ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. സുപ്രഭാതം. ആധ്യാത്മികത എന്നത് ലോകനിഷേധത്തിനുള്ളതാണ് എന്ന ചിന്ത അസ്ഥാനത്താണ്. ലൗകിക ജീവിതം ശരിയായ സമീപനം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരു ആഘോഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. വികലമായ സമീപന ശൈലി കൊണ്ട് നാം നമ്മുടെ ദിനങ്ങളെ, തദ്വാര ആഴ്ചകളെ, മാസങ്ങളെ, വർഷങ്ങളെ ഒക്കെ ദുരിതപൂർണമാക്കി കളയുന്നു. ഇതിന് പരിഹാരമായി ആത്മബോധത്തിൻ്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ലൗകിക ജീവിതം നോക്കിക്കാണാനും തീരുമാനിക്കാനും ജീവിക്കാനും നമുക്ക് സാധിക്കണം. ഈ നിലയിൽ ആത്മബോധത്തിൻ്റെ വരുന്ന ശ്ലോകങ്ങളെ നമുക്ക് പരിഗണിച്ച് പ്രയോജനപ്പെടുത്താം. ഇന്ന് നാം 27-ാമത്തെ ദിവസം 25-ാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശ്ലോകം അറിവ് ഉണ്ടാകുന്നതിൻ്റെ വേദാന്തപരമായ വീക്ഷണമാണ് നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. എങ്ങനെയാണ് അറിയുന്നത്? ഇവിടെ പ്രാഥമികമായി ഒരു പദം പരിചയപ്പെടാനുള്ളത് വൃത്തി. വൃത്തി എന്നാൽ ചൈതന്യത്തിൻ്റെ സഹായത്തോടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പ്രവേശിച്ച് ആ വിഷയങ്ങളെ പൊതിഞ്ഞ് അതിനെ അന്ധഃകരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഭാവമാണ് വൃത്തി, വികാരമാണ് വൃത്തി. ഈ വൃത്തിയാണ് എല്ലാ അറിവിനും നിദാനമാകുന്നത്, കാരണമാകുന്നത്. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു പദം കേൾക്കുന്ന സമയത്ത് നമ്മുടെ അന്ധഃകരണത്തിലുണ്ടാകുന്ന വൃത്തിയെക്കുറിച്ച് ഓർത്തു നോക്കൂ. ആന എന്ന് കേൾക്കുമ്പോൾ ഒരു ആനവൃത്തി നമ്മുടെ മനസ്സിലുണ്ടാവുന്നു. ഈ ആനവൃത്തിയാണ് ആന എന്ന അറിവിലേക്ക് നമ്മെ നയിക്കുന്നത്. ഇപ്രകാരം ഓരോരോ വൃത്തികളും വന്നും പോയും ഒരു ദിവസം മുഴുവൻ നാം എന്തൊക്കെ അറിയുന്നു? ഭഗവത്പാദരുടെ നിർദ്ദേശത്തിലേക്ക് കടക്കാം. എന്താണ് നാം അനുധ്യാനം ചെയ്യേണ്ടത്? നാം നേടിയെടുക്കുന്ന അറിവുകളൊക്കെ അവിവേകം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത് വിചാരം ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അറിവുകൾക്ക് കൊടുക്കേണ്ടുന്ന മൂല്യം കൊടുക്കാനും ഏറെ മൂല്യം കൊടുത്ത് അത് നമ്മെ ശിക്ഷിക്കുന്ന ദുരവസ്ഥയിലേക്ക് തെന്നിപ്പോകാതിരിക്കാനും സാധിക്കും. ആത്മനഃസച്ചിദംശ്ച ബുദ്ധേർവൃത്തിരിതി ദ്വയം സംയോജ്യ ച അവിവേകേന ജാനാമീതി പ്രവർത്തതേ. അഹം ജാനാമി, ഞാൻ അറിയുന്നു എന്ന പ്രവൃത്തി. എത്രമാത്രം അറിവുകളാണ് കൊച്ചു കൊച്ചു ഘടകങ്ങളായി നമുക്ക് ഓരോ ദിവസവും വന്നു പോകുന്നത്. ഈ ഓരോ അറിവും എടുത്ത് പരിശോധിച്ചാൽ ആത്മാവിൻ്റെ സദ്ഭാവവും ചിദ്ഭാവവും ഒരു വശത്തും അന്ധഃകരണത്തിൽ ഉളവാകുന്ന വൃത്തികൾ മറുവശത്തും. ഇതിൻ്റെ സംയോഗം കൊണ്ടാണ് അറിവുണ്ടാകുന്നത്. ജാനാമി ഇതി പ്രവർത്തതേ. ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപിയാണ് എന്ന് നാം കഴിഞ്ഞ ശ്ലോകത്തിൽ മനസ്സിലാക്കി. ഈ ആത്മാവിൻ്റെ സത് ചിത് ഭാവം, അതാണ് ബാഹ്യലോകത്തിൽ പദാർത്ഥത്തിൻ്റെ ഉണ്മയായിരിക്കുന്നത്, അതിനെ പ്രകാശിപ്പിക്കുന്നത്. അതുണ്ടാക്കുന്ന വൃത്തി അന്ധഃകരണത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ അന്ധഃകരണത്തിലെ വൃത്തിയെ വീണ്ടും ആത്മചൈതന്യം പ്രകാശിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഓരോരോ അറിവും ഉണ്ടാകുന്നത്. ഇവിടെ പ്രത്യേകമായി പ്രയോഗിച്ച പദം അവിവേകേന എന്നുള്ളതാണ്. അവിവേകം എന്നാൽ വേണ്ടത്ര വിവേകമില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് എല്ലാ അറിവും അറിവില്ലായ്മയാണ് എന്ന് ചിന്തിച്ചോളണം. കാരണം ജഡാത്മകമായ ഒരു പ്രപഞ്ച ഘടകവും ചൈതന്യമായ ആത്മതത്വവും തമ്മിൽ സംയോജിക്കുക എന്നത് അസാധ്യമാണ്. ആ ഒരു സംയോഗം അവിവേകം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. അറിവുകൾക്കൊക്കെ അപ്പുറത്ത്
അറിവിനെ പ്രകാശിപ്പിക്കുന്ന ഘടകത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കാനാണ് ഈ ശ്ലോകം നമ്മോട് ആവശ്യപ്പെടുന്നത്. അറിവുകളാണ് നമ്മുടെ നിശ്ചയങ്ങളെയും ജീവിത വൃത്തികളെയും ഒക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പൊള്ളത്തരമാണ് എന്ന ബോധ്യത്തോടുകൂടി നമുക്കതിനെ സമീപിക്കാൻ സാധിക്കട്ടെ. ഈ ശ്ലോകം അന്നിലയിൽ നാം അനുധ്യാനം ചെയ്യേണ്ടതാണ്. ആത്മനസച്ചിദംശ്ച ബുദ്ധേഃ വൃത്തിരിതി ദ്വയം സംയോജ്യ ച അവിവേകേന ജാനാമീതി പ്രവർത്തതേ. ഹരി ഓം.